അപ്പോൾ അയണിക് ബോണ്ട് എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്താണ്, അതെങ്ങനെയാണ് ഫോം ചെയ്യുക, ഏതെല്ലാം തരത്തിലുള്ള എലമെൻറ്റുകൾക്കിടയിലാണ് അത് ഫോം ചെയ്യുക എന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായിട്ടുണ്ട് അല്ലേ. സോ നമ്മളതിൻ്റെ അയണിക് ബോണ്ടിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകുമ്പോൾ നമുക്കതൊന്ന് സമ്മറൈസ് ചെയ്യണം. എന്തൊക്കെയാണ് ഒരു അയണിക് ബോണ്ട് ഫോർമേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴിയാണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ഫോംഡ് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. രണ്ടാണ്, എങ്ങനെയുള്ള എലമെൻറ്റുകളാണ് അയണിക് ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുക, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞൊരു കേസിൽ സോഡിയം എന്ന് പറയുന്ന ഒരു മെറ്റലും ക്ലോറിൻ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റലുമാണ് അയണിക് ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുത്തത്. നോർമലി അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നതെല്ലാം തന്നെ ഒരു മെറ്റലിനും ഒരു നോൺ മെറ്റലിനും ഇടയിലായിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. ഇറ്റ്സ് ഫോംഡ് ബിറ്റ്വീൻ an ionic bond is formed between മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. മെറ്റലുകൾക്കും നോൺ മെറ്റലുകൾക്കും ഇടയിൽ മാത്രമേ അയണിക് ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആവുകയുള്ളൂ. രണ്ട് മെറ്റലുകൾക്കിടയിൽ ഒരിക്കലും അയണിക് ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആവില്ല. രണ്ട് നോൺ മെറ്റൽ ആറ്റങ്ങൾക്കിടയിൽ എപ്പോഴും അയണിക് ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആവില്ല. അയണിക് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആറ്റം ഒരു മെറ്റലിൻ്റെ ആറ്റമായിരിക്കണം, മറ്റേ ആറ്റം ഒരു നോൺ മെറ്റലിൻ്റെ ആറ്റമായിരിക്കണം. ഫോർ എക്സാമ്പിൾ, സോഡിയം ഒരു മെറ്റലിൻ്റെ ആറ്റമാണ്, ക്ലോറിൻ ഒരു നോൺ മെറ്റാലിക് ആറ്റമാണ്. മൂന്നാമത്തെ കാര്യം, ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടത്തിയിട്ട് മെറ്റൽ എന്തായിട്ട് മാറണം? പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറണം, കേറ്റയോൺ ആയിട്ട് മാറണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് കാറ്റയോൺ ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റലിന് എന്താണ് സംഭവിക്കുക? നോൺ മെറ്റൽ ഗെയിൻസ് ഇലക്ട്രോൺസ് ആൻഡ് ബിക്കംസ് ആനയോൺ. നോൺ മെറ്റൽ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്തിട്ട് ആനയോൺ ആയിട്ട് മാറും, നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറും. ഇനി ഫൈനലി എന്താണ് സംഭവിക്കുക? ഈ രണ്ട് അയോണുകൾക്കുമിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ അയണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുകയും ചെയ്യും. സോ അട്രാക്ഷൻ, ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് attraction holding cation and anion together to form a compound, and this electrostatic force of attraction is called as ionic bond, and the compound formed is called as an ionic compound. So ഇത്രയും characteristics ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ അയണിക് ബോണ്ട് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിത് ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത്, നമുക്ക് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരൊറ്റ അയണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനെ കുറിച്ച് മാത്രമല്ല പറയേണ്ടത്. നമുക്ക് കുറച്ചധികം കോമ്പൗണ്ടുകൾ എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിട്ട് അയണിക് ബോണ്ടുകൾ എങ്ങനെയാണ് ഇതിലൊക്കെ ഫോം ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ പോകുന്നു നമ്മുടെ അടുത്ത കോമ്പൗണ്ടിലേക്ക്. സോഡിയം ക്ലോറൈഡിന് നമ്മൾ പറയുന്നില്ല, ആൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അടുത്ത കോമ്പൗണ്ട് കാൽഷ്യം ഫ്ലൂറൈഡ്. ഓക്കെ, ഈ കാൽഷ്യം ഫ്ലൂറൈഡിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, അയണിക് ബോണ്ട് ഫോർമേഷൻ വഴി എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ പറയാം അല്ലേ. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കാറ്റയോൺ ഫോർമേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ആനയോൺ ഫോർമേഷൻ ആണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? കാറ്റയോണും ആനയോണും ചേർന്ന് കോമ്പൗണ്ട് ഫോർമേഷൻ ആണ്. അപ്പോൾ ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് കാറ്റയോൺ ഫോർമേഷനെ കുറിച്ചാണ്. അതിനുശേഷം നമ്മൾ പറയേണ്ടത് ആനയോൺ ഫോർമേഷനെ കുറിച്ചാണ്. ഫൈനലി നമ്മളതിൻ്റെ കോമ്പൗണ്ട് ഫോർമേഷനെ കുറിച്ച് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുക. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ 3 സ്റ്റെപ്പായിട്ടൊക്കെ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. കാറ്റയോൺ ഫോർമേഷൻ, ഇവിടുത്തെ മെറ്റൽ ഏതാ? മെറ്റലാണല്ലോ കാറ്റയോൺ ആയിട്ട് മാറുന്നത്, കാൽഷ്യമാണ്. കാൽഷ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അറ്റോമിക് നമ്പർ എത്രയാണ്? 20 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗണിൻ്റെ കോൺഫിഗറേഷനും കഴിഞ്ഞ് 4s2 അല്ലേ. എത്ര വാലൻസ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്? 2 വാലൻസ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഈ 2 ഇലക്ട്രോൺസ്, ആ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ, കാരണം 2 സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ 2 ഇലക്ട്രോൺസിൻ്റെ കൂടെ 6 ഇലക്ട്രോൺസിനെ കൂടി ഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അതിന് ആർഗണിൻ്റെ കോൺഫിഗറേഷൻ ആവും. അപ്പോൾ എനിക്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതാണ് ബെറ്റർ. സോ കാൽഷ്യം
loses 2 of its valence electron and attains the configuration of argon. ശരിയല്ലേ? കാരണം ഈ ഒരു കോൺഫിഗറേഷനിൽ നിന്ന് ഈ കാണുന്ന 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ അതിന് ആർഗണിന്റെ കോൺഫിഗറേഷൻ തന്നെയായിട്ട് മാറും. അപ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ കാൽഷ്യത്തിന് 2 പോസിറ്റീവ് ചാർജ് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കാറ്റയോൺ ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ആനിയോൺ ഫോർമേഷൻ ആണ്. നോൺ മെറ്റലിൽ നിന്നാണ് ആനിയോൺ ഫോം ചെയ്യുക. നോൺ മെറ്റൽ ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ശേഷം 2s2 2p5 അല്ലേ? അപ്പോൾ വാലൻസ് ഷെല്ലായിട്ടുള്ള സെക്കൻഡ് ഷെല്ലിൽ 2ഉം 5ഉം 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഇലക്ട്രോൺസ് കൂടി കിട്ടിയാൽ അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും? ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. സോ ഇറ്റ് ഗെയിൻസ് 1 ഇലക്ട്രോൺ ടു ഫോം F മൈനസ് ആനയോൺ. ശരിയല്ലേ? F മൈനസ് ആനയോൺ എന്ന് പറയുമ്പോൾ ഈ കോൺഫിഗറേഷനിൽ എന്ത് മാറ്റം ഉണ്ടാവുക? 2s2 2p5 എന്നുള്ളത് മാറിയിട്ട് 2s2 2p6 എന്നായിട്ട് മാറും. കാരണം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തല്ലോ, 2p6 എന്നായിട്ട് മാറും. അതായത് കോൺഫിഗറേഷൻ നിയോണിന്റെ കോൺഫിഗറേഷൻ ആയിട്ട് മാറും. ശരിയല്ലേ? ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ ശേഷം 2s2 2p6 വന്നാൽ അത് നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ്. സോ കോൺഫിഗറേഷൻ വിൽ ബി ലൈക്ക് നിയോൺ. ഓക്കെ. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഒരു കാൽഷ്യത്തിൽ നിന്ന് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ആ 2 ഇലക്ട്രോണുകളെയും ഗെയിൻ ചെയ്യാൻ ഇപ്പുറത്ത് ആളുണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന നോൺ മെറ്റൽ ഫ്ലൂറിൻ ആണെന്നും അതിന് 1 ഇലക്ട്രോണിനെ മാത്രമേ ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. ഒരു ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് 1 F മൈനസ് ആവാം. അപ്പോൾ അതിനർത്ഥം എത്ര ഫ്ലൂറിൻ വേണം നമ്മുടെ കയ്യിൽ? കാൽഷ്യത്തിന്റെ 2 ഇലക്ട്രോണുകളെയും ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ നമ്മുടെ കൂടെ വേണം. അപ്പോൾ കോമ്പൗണ്ട് ഫോർമേഷനിൽ നിങ്ങൾ അത് കൃത്യമായി മെൻഷൻ ചെയ്താൽ മതി. കാൽഷ്യം 2+ അയോൺ കമ്പൈൻസ് വിത്ത് എത്ര ഫ്ലൂറൈഡ് അയോൺസ് ആണ്? 2 ഫ്ലൂറൈഡ് അയോൺസ് 2 F മൈനസ് അയോൺസ് to form the compound calcium fluoride. So this is how calcium fluoride is formed by ionic bond formation or by complete transfer of electrons. എന്തുകൊണ്ട് അവിടെ 2 F മൈനസ് വന്നത്? 2 ഇലക്ട്രോണിനെ കാൽഷ്യം ലൂസ് ചെയ്യുന്നുണ്ട്. ആ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെ മാത്രമേ ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2 ഫ്ലൂറിൻ വേണം. 2 ഫ്ലൂറിൽ നിന്ന് 2 F മൈനസ് ഫോം ചെയ്യണം. അപ്പോൾ 2 F മൈനസും 1 കാൽഷ്യവും ചേർന്നിട്ടാണ് കാൽഷ്യം ഫ്ലൂറൈഡ് ഫോം ചെയ്യേണ്ടത്. മറ്റൊരു കോമ്പൗണ്ടിന്റെ കേസിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് വൺ ഇസ് സോഡിയം ഫോസ്ഫൈഡ്. ഏതാണ്? സോഡിയം ഫോസ്ഫൈഡ്. സോഡിയം ഫോസ്ഫൈഡ്. ഓക്കെ. സോഡിയം ഫോസ്ഫൈഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മെറ്റൽ ആരാണ്? സോഡിയമാണ്. നോൺ മെറ്റൽ ആരാണ്? ഫോസ്ഫറസ് ആണ്. ശരി, 3 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് എഴുതാം. ആദ്യത്തെ സ്റ്റെപ്പ് കാറ്റയോൺ ഫോർമേഷൻ. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് ആനയോൺ ഫോർമേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് കോമ്പൗണ്ട് ഫോർമേഷൻ. ഓക്കെ. ഇനി എങ്ങനെയാണ് നോക്കിയേ? കാറ്റയോൺ ഫോം ചെയ്യേണ്ട മെറ്റലിൽ നിന്നാണ്. സോഡിയമാണ് മെറ്റൽ. അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം 11 ആണ്, 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നിയോണിന്റെ കോൺഫിഗറേഷന് ശേഷം 3s1. 1 ഇലക്ട്രോണേ അതിന്റെ വാലൻസ് ഷെല്ലിലുള്ളൂ. അപ്പോൾ 1 ഇലക്ട്രോണിനെ അത് നഷ്ടപ്പെടുത്തും. 1 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് അത് Na+ എന്ന് പറയുന്ന കാറ്റയോൺ ആയിട്ട് മാറും. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? നിയോണിന് ശേഷം 3s1. ഈ 1 ഇലക്ട്രോണിനെയാണ് അത് ലൂസ് ചെയ്തത്. സോ ദ കോൺഫിഗറേഷൻ വിൽ ബി എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് നിയോൺ. കോൺഫിഗറേഷൻ നിയോണിന്റെ അതേ കോൺഫിഗറേഷൻ ആയിട്ട് മാറും. ഓക്കെ. ഇനി ആനയോൺ ഫോർമേഷന്റെ കേസിലേക്ക് വരുമ്പോൾ ഫോസ്ഫറസ് ആണ് ഇവിടുത്തെ നോൺ മെറ്റൽ. നോൺ മെറ്റലിൽ നിന്നാണ് ആനയോൺ ഫോം ചെയ്യേണ്ടത്. സോ ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നിയോണിന്റെ കോൺഫിഗറേഷന് ശേഷം 3s2 3p3. ഓക്കെ. കാരണം 15 ഇലക്ട്രോൺസ് വരുമ്പോൾ നിയോണിന്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ട് 3s2 3p3 ആണ് വരേണ്ടത്. എത്ര വാലൻസ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്? 2ഉം 3ഉം 5 വാലൻസ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. എത്ര കൂടി ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യാൻ ഫോസ്ഫറസിന് കഴിയും? 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ ഫോസ്ഫറസിന് കഴിയും. അങ്ങനെ ഓരോ ഫോസ്ഫറസ് ആറ്റവും 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് അപ്പോൾ എത്ര നെഗറ്റീവ് ചാർജ് കിട്ടും? ഫോസ്ഫറസിന് 3 നെഗറ്റീവ് ചാർജ് കിട്ടും. സോ ദി അയോൺ വിൽ ബി P3- കോൾഡ് ആസ് ഫോസ്ഫൈഡ് അയോൺ. അതിനാണ് നമ്മൾ ഫോസ്ഫൈഡ് അയോൺ എന്ന് വിളിക്കുക. അപ്പോൾ അതിന്റെ കോൺഫിഗറേഷനിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? നിയോണിന്റെ കോൺഫിഗറേഷന് ശേഷം 3s2 3p3യിലേക്ക് 3 ഇലക്ട്രോൺസ് കൂടി വരുമ്പോൾ 3p6 ആവും. അപ്പോൾ 3s2 3p6 എന്നാവുമ്പോൾ കോൺഫിഗറേഷൻ ആരുടെ ആയിട്ട് മാറി? തൊട്ടടുത്ത നോബിൾ ഗ്യാസ് ആയ ആർഗണിന്റെ കോൺഫിഗറേഷനിലേക്ക് മാറി.
ക്ലിയർ ആണല്ലോ അല്ലേ പറഞ്ഞത്? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് അയോണുകളും അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനിലേക്ക് മാറി, രണ്ട് അയോണുകളും സ്റ്റേബിളായി. ആ ഒരു പരസ്പര സഹായ സഹകരണം അവർ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ രൂപത്തിൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ രൂപത്തിൽ അവർ ഒരുമിച്ച് ചേരാൻ കാരണമാവുകയും ചെയ്യും. സോ ഇറ്റ് ബിക്കംസ് Na plus ion combines with phosphorus 3 minus ions to form എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ഫോസ്ഫറസിലേക്കും 3 ഇലക്ട്രോണുകൾ വീതം ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ അല്ലേ ലോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ആണ്. അപ്പോൾ എത്ര സോഡിയത്തിൽ നിന്നാണ് 3 ഇലക്ട്രോൺസ് കിട്ടുക? 3 സോഡിയം മാറ്റങ്ങളിൽ നിന്നാണ്. അപ്പോൾ 3 Na plus അയോണും ഫോം ചെയ്യേണ്ടേ വേണം. സോ 3 Na plus ion plus P3 minus gives sodium phosphide. Formula is Na3P. കണ്ടോ, എങ്ങനെയാണ് സോഡിയം ഫോസ്ഫൈഡ് ഫോം ചെയ്യുന്നത്? ബൈ ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ സോഡിയം ആൻഡ് ഫോസ്ഫറസ്. ഓർക്കുക, 3 സോഡിയം ആറ്റങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് 3 ഇലക്ട്രോണുകളെ കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഫോസ്ഫറസുമായി കമ്പൈൻ ചെയ്യാൻ 3 സോഡിയം നമുക്ക് ആവശ്യം വരും. അങ്ങനെയാണ് നമ്മൾ ആ കണക്ക് വയ്ക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത കോമ്പൗണ്ട് ഓക്കെ. നെക്സ്റ്റ് കോമ്പൗണ്ട് is പൊട്ടാസ്യം ഓക്സൈഡ്. പൊട്ടാസ്യം ഓക്സൈഡ് ആണ്. പൊട്ടാസ്യം ഓക്സൈഡിലെ മെറ്റൽ എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്, നോൺ മെറ്റൽ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ കാറ്റയോൺ ഫോം ചെയ്യേണ്ടത് മെറ്റലായ പൊട്ടാസ്യത്തിൽ നിന്നാണ്. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗണിന്റെ കോൺഫിഗറേഷന് ശേഷം 4s1. ഓക്കെ, ഒറ്റ വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു വാലൻസ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ K+ അയോൺ ആയിട്ട് മാറാം. കോൺഫിഗറേഷൻ ആർഗണിന്റെ കോൺഫിഗറേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ശരിയാണല്ലോ? ആണ്. സോ കാറ്റയോൺ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ആനിയോൺ ഫോം ചെയ്യേണ്ട ഓക്സിജനിൽ നിന്നാണ്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 വരുന്ന ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഹീലിയത്തിന്റെ കോൺഫിഗറേഷന് ശേഷം 2s2 2p4 ആണ്. ശരിയല്ലേ? എത്ര വാലൻസ് ഇലക്ട്രോൺസ് വരും? 6 വാലൻസ് ഇലക്ട്രോൺസ് വരും. അതിൻ്റെ കൂടെ 2 വാലൻസ് ഇലക്ട്രോൺ കൂടി ആഡ് ആകുമ്പോഴാണ് അതെന്തായിട്ട് മാറുക? ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുക. അപ്പോൾ 2 വാലൻസ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ, 2 ഇലക്ട്രോണിനെ കൂടി ഗെയിൻ ചെയ്താൽ ഓക്സിജൻ എന്ന് പറയുന്നത് O2- ആറ്റമായിട്ട് മാറും. O2- അയോൺ ആയിട്ട് മാറും. ഓക്സൈഡ് അയോൺ ആയിട്ട് മാറും. ഓക്സൈഡ് അയോൺ ആയിട്ട് മാറിയാൽ അതിന്റെ കോൺഫിഗറേഷനിൽ എന്ത് മാറ്റാണ് വരിക? ഈ 2p4 എന്നുള്ളതിലേക്ക് 2 ഇലക്ട്രോൺ കൂടി ആഡ് ആകും, 2p6 ആവും. അപ്പോൾ 2s2 2p6 അത് ആരുടെ കോൺഫിഗറേഷൻ ആണ്? നിയോണിന്റെ കോൺഫിഗറേഷൻ ആയിട്ട് മാറി. അപ്പോൾ അതും സ്റ്റേബിൾ ആയി. ശരിയാണല്ലോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പൊട്ടാസ്യത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഒരു ഓക്സിജന് 2 ഇലക്ട്രോണുകൾ വേണം. അപ്പോൾ ഇവിടെ എത്ര പൊട്ടാസ്യം നമുക്ക് ആവശ്യം വരും? 2 പൊട്ടാസ്യം ആവശ്യം വരും. എത്ര പൊട്ടാസ്യം അയോണുകൾ ഫോം ചെയ്യേണ്ടി വരും? 2 പൊട്ടാസ്യം അയോണുകൾ ഫോം ചെയ്യേണ്ടി വരും. സോ ദ കോമ്പൗണ്ട് ഫോർമേഷൻ ഇസ് ബൈ 2 potassium ions and 1 oxide ion combined to form potassium oxide with molecular formula K2O. Okay, the same way അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് അലൂമിനിയം ഫ്ലൂറൈഡ്. ഓക്കെ, അലൂമിനിയം ഫ്ലൂറൈഡ്. അലൂമിനിയമാണ് മെറ്റൽ. അലൂമിനിയത്തിൽ നിന്നാണ് കാറ്റയോൺ ഫോം ചെയ്യേണ്ടത്. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13 ആണ് എന്ന് എല്ലാവർക്കും അറിയാം. 13 അറ്റോമിക് നമ്പർ വരുന്ന അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയോൺ 3s2 3p1 ആണ്. 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് അലൂമിനിയത്തിനുള്ളത്. ആ 3 വാലൻസ് ഇലക്ട്രോണിനെയും അലൂമിനിയം നഷ്ടപ്പെടുത്തിയിട്ട് അത് Al3+ എന്ന് പറയുന്ന അയോണിന്റെ രൂപത്തിലേക്ക് മാറും. Al3+ എന്നുള്ള അയോണിന്റെ രൂപത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ നിയോണിന്റെ അതേ കോൺഫിഗറേഷനായി മാറും, സ്റ്റേബിളായി. ഇനി ഫ്ലൂറിൻ ആണ് നോൺ മെറ്റൽ. ഫ്ലൂറിനിൽ നിന്നാണ് ആനിയോൺ ഫോം ചെയ്യുന്നത്. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണെന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹീലിയത്തിന്റെ കോൺഫിഗറേഷന് ശേഷം 2s2 2p5 ആണെന്നും മുമ്പ് ഒരിക്കൽ നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു കോൺഫിഗറേഷനുള്ള ഫ്ലൂറിനിലേക്ക് 7 വാലൻസ് ഇലക്ട്രോണുകളാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ആയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒക്റ്ററ്റ് ആവും. ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് F- എന്ന് പറയുന്ന ആനിയോൺ ആയിട്ട് മാറും. അപ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ 2s2 2p5 എന്നുള്ള മാറിയിട്ട് 2s2 2p6 എന്നാവും. 2p6 വരുമ്പോൾ അത് നിയോണിന്റെ കോൺഫിഗറേഷൻ ആയിട്ട് മാറും. ശരിയല്ലേ? ഇനി
വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു അലൂമിനിയം 3 ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൂറിൻ 1 ഇലക്ട്രോണിനെ മാത്രമേ ഗെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ഫ്ലൂറിൻ വേണ്ടി വരും? നമുക്ക് 3 ഫ്ലൂറിൻ വേണ്ടി വരും. 3 ഫ്ലൂറൈഡ് അയോണുകൾ ഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഫോർമേഷനിൽ അലൂമിനിയം 3++ 3F- അയോൺസ് ഗിവ്സ് AlF3 എന്ന് അലൂമിനിയം ഫ്ലൂറൈഡിന്റെ ഫോർമുല നമ്മൾ എഴുതേണ്ടി വരും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അയണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത് ത്രൂ അയണിക് ബോണ്ട് ഫോർമേഷൻ അല്ലെങ്കിൽ ബൈ ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഏതാറ്റമാണ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യേണ്ടതെന്നും ഏതാറ്റമാണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്കറിയാം. മെറ്റൽ ആറ്റമാണ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യേണ്ടത്, നോൺ മെറ്റൽ ആറ്റമാണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കാറ്റയോൺ ഫോം ചെയ്യേണ്ടത് മെറ്റലിൽ നിന്നും, ആനിയോൺ ഫോം ചെയ്യേണ്ടത് നോൺ മെറ്റലിൽ നിന്നുമാണ്. രണ്ടുപേരും ജോയിൻ ചെയ്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴി അവർ ഒരുമിച്ച് ചേരും ആൻഡ് ഫോം അയണിക് കോമ്പൗണ്ട്സ്. സോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം തരം ആറ്റങ്ങൾക്കിടയിലാണ് അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്കറിയേണ്ടത്, അപ്പോൾ നമ്മൾ അയണിക് ബോണ്ട് ഫോർമേഷനിലെ വേരിയസ് സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നും ആ കൂട്ടത്തിൽ പറഞ്ഞു. ഈ സ്റ്റെപ്പുകളിൽ നിന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അയണിക് ബോണ്ട് ഫോർമേഷൻ. ഒരു മെറ്റലിനും ഒരു നോൺ മെറ്റലിനും ഇടയിൽ ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അയണിക് ബോണ്ട് ഫോർമേഷൻ ആവശ്യമായ ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അയണിക് ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, സോ അയണിക് ബോണ്ട് ഫോർമേഷൻ അഥവാ ഇലക്ട്രോവാലന്റ് ബോണ്ട് ഫോർമേഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അയണിക് ബോണ്ട് ഫോർമേഷൻ. അത് കൃത്യമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എത്ര സ്റ്റെപ്പുകളുണ്ട് ഒരു അയണിക് ബോണ്ട് ഫോർമേഷനിൽ എന്ന് നമുക്കറിയാം. എത്ര സ്റ്റെപ്പുകളാണ്? 3 സ്റ്റെപ്പുകളാണ്. ഈ ഓരോ സ്റ്റെപ്പിലും ഓരോ ഫാക്ടർ അതിൻ്റെ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 3 സ്റ്റെപ്പിലും കൂടി 3 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അയണിക് ബോണ്ട് ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ടോട്ടലി ദർ ആർ 3 സ്റ്റെപ്സ് ആൻഡ് 3 ഫാക്ടേഴ്സ്. അപ്പോൾ അതിലെ സ്റ്റെപ്പ് 1-ലെ ഒന്നാമത്തെ സ്റ്റെപ്പിലെ ഫാക്ടർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം. എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, ഒരു മെറ്റൽ ആറ്റത്തെ, ആ മെറ്റൽ ആറ്റം ഏത് ഫോമിലായിരിക്കണം എന്നറിയാം നിങ്ങൾക്ക്? ഗേഷ്യസ് ഫോമിലായിരിക്കണം. ഗേഷ്യസ് ഫോമിലിരിക്കുന്ന ഒരു മെറ്റൽ ആറ്റത്തിൽ നിന്ന് ഒന്നോ അതിലധികമോ ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്തിട്ട് നമ്മളതിനെ ഗേഷ്യസ് ഫോമിലുള്ള ഒരു മെറ്റൽ അയോൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഒരു മെറ്റൽ കാറ്റയോൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഇതാണല്ലോ ഏതൊരു അയണിക് ബോണ്ട് ഫോർമേഷൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതല്ലേ? മെറ്റൽ ആറ്റം ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് മെറ്റൽ കാറ്റയോൺ ആയിട്ട് മാറും. പക്ഷേ അവിടെ കൃത്യമായി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഏത് മെറ്റലിൽ നിന്നാണോ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നത് ആ മെറ്റൽ ഏത് ഫോമിലായിരിക്കണം? ഗേഷ്യസ് ഫോമിലായിരിക്കണം. ഇപ്പോൾ സോഡിയത്തിൽ നിന്ന് നമ്മൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് എന്താക്കി മാറ്റി? Na+ അയോൺ ആക്കി മാറ്റി. അവിടെ സോഡിയം എന്ന് പറയുന്നത് സോളിഡ് ഫോമിലല്ല, ആ സോഡിയം ആറ്റം ഏത് ഫോമിലാണ്? ഗേഷ്യസ് ഫോമിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇങ്ങനെ ഒരാറ്റത്തിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ആറ്റത്തിൽ എവിടെ നിന്നാണ് നിങ്ങൾ റിമൂവ് ചെയ്യുന്നത്? അതിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ്. ശരിയാണല്ലോ? ആണ്. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാത്തത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനായിരിക്കും ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ദൂരെ കിടക്കുന്ന ഇലക്ട്രോൺ, അല്ലേ? ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ദൂരെ കിടക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലായിരിക്കും. അഥവാ നിങ്ങൾക്ക് പറയാം, ഒരാറ്റത്തിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ് അതിലെ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. കാരണം ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും അകലെ കിടക്കുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിനും ഇലക്ട്രോണിനും ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഏറ്റവും മിനിമം അനുഭവപ്പെടുന്നത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനായിരിക്കും. സോ ദാറ്റ് ഇലക്ട്രോൺ ഇസ് കോൾഡ് ആസ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ. അങ്ങനെ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ആണ് എന്നുള്ള കാര്യമൊക്കെ സത്യമാണ്. എന്നാലും ആ ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഇലക്ട്രോണിനെ നിങ്ങൾ ചെന്ന് വിളിച്ചാൽ അത് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമോ? സാധ്യത കുറവാണ്. കാരണം ന്യൂക്ലിയസുമായി ആൾറെഡി അതിൻ്റെ അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ നിലനിൽക്കെ നിങ്ങൾ വെറും കൈയോടെ പോയിട്ട് ഇലക്ട്രോണിനോട് വാ, എൻ്റെ കൂടെ ഇറങ്ങി വാ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമോ? ഒരിക്കലും ഇറങ്ങി വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണോ അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ എനർജി കയ്യിൽ കരുതിയിട്ട് വേണം നിങ്ങൾ ഇലക്ട്രോണിനെ വിളിക്കാൻ പോവാൻ.
പറഞ്ഞ മനസ്സിലായോ? ഈ എനർജി കാണിച്ചിട്ട് വേണം നിങ്ങൾ ഇലക്ട്രോണിനെ വിളിക്കാൻ. എന്നാൽ മാത്രമേ ഇലക്ട്രോൺ അവിടെ നിന്ന് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ എത്ര എനർജി നിങ്ങളുടെ കയ്യിലുണ്ടാവണം? ന്യൂക്ലിയസും ഇലക്ട്രോണും ആ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പറഞ്ഞ ക്ലിയർ ആണല്ലോ? അപ്പം മാത്രമേ ഇലക്ട്രോൺ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരികയുള്ളൂ, ആറ്റം കാറ്റയോൺ ആയിട്ട് കൺവേർട്ട് ആവുകയുള്ളൂ. ആൻഡ് ദിസ് എനർജി ഏത് എനർജിയാണ്? ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി required to remove the most loosely bounded electron from a gaseous atom to convert it into a unipositive cation is called as ionization energy. ആ എനർജിയെ നമ്മൾ എന്താ വിളിക്കുക? അയണൈസേഷൻ എനർജി. Okay, or it is also called as ionization enthalpy. എനർജി എന്നതിന് പകരം നിങ്ങൾക്ക് എൻതാൽപ്പി എന്ന് ഉപയോഗിക്കാം. ഒന്നുമില്ല, എനർജി ചേഞ്ചിന് പറയുന്ന മറ്റൊരു പേരാണ് എൻതാൽപ്പി. അത്രേ ഉള്ളൂ. സോ അയണൈസേഷൻ എനർജി അഥവാ അയണൈസേഷൻ എൻതാൽപ്പി. സോ വാട്ട് ഡു മീൻ ബൈ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായ ഡെഫിനേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസിലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഫ്രം എ ഗേഷ്യസ് ആറ്റം ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു a unipositive cation is called as ionization energy or ionization enthalpy. ശരി, ഇനിയിപ്പോൾ സോഡിയം ആറ്റത്തിൻ്റെ കേസ് നമ്മൾ എടുത്തൊരു എക്സാമ്പിൾ സോഡിയം ആയിരുന്നല്ലോ അല്ലേ? സോഡിയം എന്ന് പറയുന്ന ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് അതിനെ Na+ എന്ന് പറയുന്ന ഗേഷ്യസ് കാറ്റയോൺ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായും നമ്മൾ എനർജി കൊടുത്തിട്ടുണ്ടാവണം. ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളത്. അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് അറിയാം നിങ്ങൾക്ക്? ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക: ഡെൽറ്റ എച്ച് ഓഫ് ഐ ഇ. ഓക്കെ, ഡെൽറ്റ എച്ച് ഓഫ് ഐ ഇ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എനർജി ചേഞ്ച് എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഇ എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എനർജി എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഡെൽറ്റ എച്ച് ഓഫ് ഐ ഇ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പ്ലസ് 495.8 കിലോ ജൂൾസ് പെർ മോൾ ആണ്. ഓക്കെ, ഇതെന്താണ് ഈ പോസിറ്റീവ് സൈൻ എന്നറിയോ? ഒരു ആറ്റത്തിലേക്ക് എനർജി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ എനർജിയെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഒരാറ്റം എനർജി ഇങ്ങോട്ട് തരുവാണെങ്കിൽ, ഒരാറ്റം എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ എനർജിയെ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു മോൾ സോഡിയം ആറ്റങ്ങളെ ഒരു മോൾ Na+ അയോണുകളാക്കി മാറ്റണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എനർജി 495.8 കിലോ ജൂൾ എനർജി സപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇലക്ട്രോൺ നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ ഇറങ്ങി വരികയുള്ളൂ. കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും നിങ്ങളെ കൺഫ്യൂസ് ആക്കരുത്. പോസിറ്റീവ് സൈൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ആറ്റത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന എനർജി എന്നാണ്. നെഗറ്റീവ് സൈൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ആറ്റത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന പുറത്തേക്ക് വരുന്ന എനർജി എന്നുള്ളതാണ്, അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഡെൽറ്റ എച്ച് ഓഫ് ഐ ഇ എന്ന് തന്നെ എഴുതണം നിർബന്ധമില്ല. ഡെൽറ്റ എച്ച് ഓഫ് ഐ എന്ന് എഴുതിയാലും മതി. അയണൈസേഷൻ എനർജി ആണെന്ന് കാണിക്കാൻ ഡെൽറ്റ എച്ച് ഓഫ് ഐ എന്ന് എഴുതിയാലും മതി. ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എനർജി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്നുള്ള അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ ആണ്. യെസ്, അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും അയണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവണമെങ്കിൽ കാറ്റയോൺ ഫോർമേഷൻ എളുപ്പമായിരിക്കണം. ശരിയല്ലേ? കാരണം അയണിക് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ്റയോൺ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ അയണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാകണമെങ്കിൽ കാറ്റയോൺ ഫോർമേഷൻ എളുപ്പമായിരിക്കണം. കാറ്റയോൺ ഫോർമേഷൻ എളുപ്പമായിരിക്കണമെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന എനർജി ഏറ്റവും കുറവായിരിക്കണം. പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പോൾ ലോ അയനൈസേഷൻ എനർജി ഉള്ള മെറ്റലുകളിലാണ് കാറ്റയോൺ പെട്ടെന്ന് ഫോം ചെയ്യാം. കാറ്റയോൺ ഫോർമേഷൻ പെട്ടെന്ന് ആയിക്കഴിഞ്ഞാലാണ്, ഈസി ആയിക്കഴിഞ്ഞാലാണ് അയണിക് ബോണ്ട് ഫോർമേഷൻ അതിനനുസരിച്ച് എളുപ്പമാവുക. പറഞ്ഞ ക്ലിയർ ആണല്ലോ? അപ്പോൾ അയനൈസേഷൻ എനർജി എങ്ങനെയാവുന്നതാണ് കാറ്റയോൺ ഫോർമേഷൻ ഫേവർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അയനൈസേഷൻ എനർജി എങ്ങനെയായാലാണ് അയണിക് ബോണ്ട് ഫോർമേഷൻ ഫേവർ ചെയ്യപ്പെടുക? ഉറപ്പല്ലേ? ലോ അയനൈസേഷൻ എനർജിയാണ് കാറ്റയോൺ ഫോർമേഷനെ എളുപ്പമാക്കുക. കാറ്റയോൺ ഫോർമേഷൻ എളുപ്പമായാലാണ് അയണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവുക.
അപ്പോൾ ഡെൽറ്റ എച്ച് ഓഫ് ഐ അഥവാ അയണൈസേഷൻ എനർജി എത്രത്തോളം കുറവാണോ അത്രത്തോളം എളുപ്പത്തിൽ കാറ്റയോൺ ഫോം ചെയ്യും, അത്രത്തോളം എളുപ്പത്തിൽ അയണിക് ബോണ്ട് ഫോർമേഷൻ നടക്കും. അപ്പോൾ അയണിക് ബോണ്ട് ഫോർമേഷന് ഫേവറബിൾ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ആണെന്ത്, അയണൈസേഷൻ എനർജി മസ്റ്റ് ബി ലോ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ഫോർമേഷൻ ഓഫ് an ionic bond. ഏതാണ്? അയണൈസേഷൻ എനർജി. കാര്യങ്ങൾ മനസ്സിലായേ? The same way we are going to discuss the second factor influencing the formation of an ionic bond. അതിന് നിങ്ങൾ അറിയേണ്ടത് അയണിക് ബോണ്ട് ഫോർമേഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് എന്നാണ്. എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ്? ഫോർമേഷൻ ഓഫ് ആനയോൺ. ഓക്കെ, ഫാക്ടർ നമ്പർ 2. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആനയോൺ ഫോർമേഷൻ ആണ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ആനയോൺ ഫോം ചെയ്യുക? സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു നോൺ മെറ്റൽ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ഉണ്ട്. ഓക്കെ, ഒരു നോൺ മെറ്റൽ ആറ്റമാണ്. ആ എക്സ് എന്ന് പറയുന്ന നോൺ മെറ്റൽ ആറ്റം ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അതിലേക്ക് ഒന്നോ അതിലധികമോ ഇലക്ട്രോണുകളെ ആഡ് ചെയ്യുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഗേഷ്യസ് ആറ്റം എക്സ് മൈനസ് എന്ന് പറയുന്ന ഗേഷ്യസ് ആനയോൺ ആയിട്ട് മാറും. ശരിയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഏതൊരു നോൺ മെറ്റലും അതിനെ ഗേഷ്യസ് ഫോമിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് നമ്മൾ അതിനെ ആനയോൺ ആക്കി മാറ്റേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഇവിടെ ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ആറ്റത്തിൽ നിന്നും എനർജി ചിലപ്പോൾ പുറത്തേക്ക് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? ആ ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കാൻ എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത്, ഒരു ഇലക്ട്രോൺ ആറ്റത്തെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആറ്റത്തിന് ആ ഇലക്ട്രോണിനെ ഇഷ്ടമാണെങ്കിൽ ആറ്റത്തിൽ നിന്ന് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും. അതല്ല, ആറ്റത്തിന് ആ ഇലക്ട്രോണിനെ ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ നിർബന്ധിച്ച് ഇലക്ട്രോണിനെ ആഡ് ചെയ്യേണ്ടി വരും. നിർബന്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുത്തിട്ട് ഇലക്ട്രോണിനെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയുള്ള എനർജി ചേഞ്ച്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ എനർജി ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ആ എനർജി ചേഞ്ച് ചിലപ്പോൾ ആറ്റത്തിലേക്ക് അങ്ങോട്ട് നമ്മൾ എനർജി കൊടുക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ആറ്റത്തിൽ നിന്ന് എനർജി ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലാക്കുക, ആറ്റത്തിലേക്ക് അങ്ങോട്ടാണ് നമ്മൾ എനർജി കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എനർജിയുടെ വാല്യൂ പോസിറ്റീവായിട്ടും, ആറ്റത്തിൽ നിന്ന് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിട്ടുമാണ് എഴുതുക. എന്തായാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു എനർജി ചേഞ്ച് ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ എനർജി റിലീസ് ആയിരിക്കും, അല്ലെങ്കിൽ എനർജി സപ്ലൈ ആയിരിക്കും. എന്താണെങ്കിലും ഇവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, സോ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? അപ്പോൾ the energy change when an atom in gaseous states takes up an electron to convert into its anionic form is called as ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതായത് ഒരാറ്റത്തിലേക്ക് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയാം. അത് ഒന്നുകിൽ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. എന്താണ് ഈ പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ? എന്താ, ആറ്റത്തിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ താല്പര്യമില്ല, നമ്മൾ നിർബന്ധിച്ച് അതിലേക്ക് ആഡ് ചെയ്യാണ്. സോ നമ്മൾ എനർജി അങ്ങോട്ട് സപ്ലൈ ചെയ്യണം. എപ്പോഴാണ് എനർജി റിലീസ് ചെയ്യുക? ആറ്റത്തിന് ഇലക്ട്രോണിനെ അത്രയധികം ഇഷ്ടമാണെങ്കിൽ ആറ്റം ആരുടെയും നിർബന്ധത്തിൽ നിൽക്കാതെ, ആരും നിർബന്ധിക്കാതെ തന്നെ ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. അപ്പോൾ ആറ്റം എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യാണ് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എന്താ നെഗറ്റീവ് ആണെന്ന് പറയാം. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുത്തിരുന്നല്ലോ. ഏതാണ്? ക്ലോറിൻ. സോഡിയം ക്ലോറൈഡ് ഫോർമേഷനിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ക്ലോറിൻ എന്ന് പറയുന്ന ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് നമ്മളതിനെ Cl- എന്ന് പറയുന്ന ഗേഷ്യസ് ആനിയോൺ ആക്കി മാറ്റി. ശരിയല്ലേ? ഈ ഒരു പ്രോസസ്സിന്റെ സമയത്തും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നുള്ളത് അപ്ലിക്കബിൾ ആണ്. അവിടെ നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാന്നറിയോ? ഡെൽറ്റ എച്ച് ഓഫ് Eg. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഡെൽറ്റ എച്ച് ഓഫ് Eg. ഇത് എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? -348.7 കിലോ ജൂൾസ് പെർ മോൾ ആണ്. എന്താ അതിനർത്ഥം? ഒരു മോൾ ക്ലോറിൻ ആറ്റങ്ങളിലേക്ക് ഇലക്ട്രോണുകളെ ആഡ് ചെയ്ത് ഒരു മോൾ Cl- അയോണുകളാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ 348.7 കിലോ ജൂൾ എനർജി ആറ്റത്തിന് അങ്ങോട്ട് കൊടുക്കണമെന്നാണോ, ആറ്റത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുമെന്നാണോ? ആറ്റം ഇങ്ങോട്ട് റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ക്ലോറിനിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ക്ലോറിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ.
സമ്മതമാണ്, ആരുടെ നിർബന്ധത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആരും നിർബന്ധിക്കാതെ തന്നെ ക്ലോറിനിലേക്ക് ഇലക്ട്രോൺ ആഡ് ആവും, ക്ലോറിനിൽ നിന്ന് എനർജി പുറത്തേക്ക് വരും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരു ആറ്റത്തിൽ നിന്ന് എനർജി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ ആറ്റത്തെ കൂടുതൽ സ്റ്റേബിൾ ആക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എനർജി കുറവുള്ള സിസ്റ്റമാണ് എനർജി കൂടുതലുള്ള സിസ്റ്റത്തേക്കാൾ കൂടുതൽ സ്റ്റേബിൾ എന്ന് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനർത്ഥം എത്രത്തോളം എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു അത്രത്തോളം അത് ആ സിസ്റ്റത്തെ സ്റ്റേബിൾ ആക്കും എന്നുള്ളതാണ്. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അപ്പോൾ കാറ്റയോൺ ഫോർമേഷൻ എളുപ്പമാകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് എൻതാൽപ്പിയുടെ വാല്യൂ നെഗറ്റീവ് ആകുന്നതാണോ പോസിറ്റീവ് ആകുന്നതാണോ നല്ലത്? നെഗറ്റീവ് ആകുന്നതാണ് നല്ലത്. എനർജി റിലീസ് ചെയ്യുന്നതാണ് നല്ലത്. എനർജി റിലീസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ആറ്റത്തിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ സമ്മതമാണ്, സന്തോഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആനിയോൺ ഫോർമേഷൻ എളുപ്പമായാലല്ലേ അയണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവുള്ളൂ. ആനിയോൺ ഫോർമേഷൻ എളുപ്പമാവണമെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം എന്ന് മാത്രമല്ല ഹൈലി നെഗറ്റീവ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഹൈലി നെഗറ്റീവ് ആയാലാണ് ആനിയോൺ ഫോർമേഷൻ എളുപ്പമാവുക. ആനിയോൺ ഫോർമേഷൻ എളുപ്പമായാലാണ് അയണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവുക. സോ ഹൈലി നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി ഇസ് അനദർ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് അയണിക് ബോണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പോകുന്നു മൂന്നാമത്തെ ഫാക്ടറിലേക്ക്. അതിനായി നമ്മൾ അയണിക് ബോണ്ട് ഫോർമേഷന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ഫാക്ടർ അഥവാ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ ഫാക്ടർ എന്താണ് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ? മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഈ കാറ്റയോണും ആനിയോണും കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ കാറ്റയോൺ ഏതായിരുന്നു? A+ എന്ന് പറയുന്ന ഗേഷ്യസ് കാറ്റയോൺ പ്ലസ് ആനിയോൺ ആരായിരുന്നു? X- എന്ന് പറയുന്ന ഗേഷ്യസ് ആനിയോൺ. രണ്ടുപേരും ചേർന്ന് AX എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ശരിയാണല്ലോ അല്ലേ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ. ഈ കോമ്പൗണ്ട് ഫോർമേഷൻ്റെ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കാറ്റയോൺ ആനിയോണുമായി ചേർന്ന് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ആ കോമ്പൗണ്ട് ഫോർമേഷൻ്റെ സമയത്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ മതിയാവും. സംഭവിക്കും. എങ്ങനെ? ഒരു കാറ്റയോണും ആനിയോണും കമ്പൈൻ ചെയ്ത് ഒരു അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ആണ്. ഈ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എനർജി അഥവാ ലാറ്റിസ് എൻതാൽപ്പി. എന്താ വിളിക്കുക? ലാറ്റിസ് എനർജി അഥവാ ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ അയണിക് ബോണ്ട് ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള മൂന്നാമത്തെ ഫാക്ടറാണ് ലാറ്റിസ് എനർജി അഥവാ ലാറ്റിസ് എൻതാൽപ്പി. എന്താണ് ലാറ്റിസ് എനർജി അഥവാ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ 1 mole ഓഫ് എൻ അയണിക് കോമ്പൗണ്ട് ഇസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്വന്റ് അയോൺസ്. എന്താണ് പറയുന്നത്? 1 mole അയണിക് കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്വന്റ് അയോണുകളിൽ നിന്ന് ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി അഥവാ ലാറ്റിസ് എനർജി. അപ്പോൾ ഇവിടെ 1 mole AX എന്ന് പറയുന്ന അയണിക് കോമ്പൗണ്ട് A+ അയോണിൽ നിന്നും X- അയോണിൽ നിന്നും ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നേരത്തെ നമ്മൾ Na+ എന്ന് പറയുന്ന ഗേഷ്യസ് കാറ്റയോണും Cl- എന്ന് പറയുന്ന ഗേഷ്യസ് ആനിയോണും കമ്പൈൻ ചെയ്ത് NaCl എന്ന് പറയുന്ന അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും ഈ 2 അയോണുകൾ ചേർന്ന് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യണം. ആ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ വിളിക്കേണ്ട പേരെന്താണ്? ലാറ്റിസ് എൻതാൽപ്പി എന്നാണ്. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്നറിയോ? ലാറ്റിസ് എൻതാൽപ്പി ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ഡെൽറ്റ H ഓഫ് ലാറ്റിസ്. എങ്ങനെയാണ് എഴുതുക? ഡെൽറ്റ H ഓഫ് ലാറ്റിസ്. സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ എത്രയാണെന്നറിയോ? ദിസ് ഇസ് ഈക്വൽ ടു -788 kilojoules per mole. ഓക്കെ. അവിടെ നിങ്ങളൊരു നെഗറ്റീവ് സൈൻ കണ്ടോ? ആ നെഗറ്റീവ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എനർജി ലോസ് ആണ്, എനർജി റിലീസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? 1 mole സോഡിയം ക്ലോറൈഡ് Na+ നിന്നും Cl- നിന്നും ഫോം ചെയ്യുന്ന സമയത്ത് 788 കിലോജൂൾ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാറ്റിസ് എനർജി അഥവാ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കേണ്ടത്. ഓക്കെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനർജി എത്രത്തോളം കൂടുതൽ റിലീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ കോമ്പൗണ്ട് എന്താവും? കൂടുതൽ സ്റ്റേബിൾ ആവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോമ്പൗണ്ട് ഫോർമേഷൻ എളുപ്പമാകുന്നത് എപ്പോഴാണ്? കൂടുതൽ എനർജി റിലീസ് ചെയ്യുമ്പോഴാണ്. കൂടുതൽ എനർജി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H ഓഫ് ലാറ്റിസിന്റെ വാല്യൂ, ലാറ്റിസ് എൻതാൽപ്പിയുടെ വാല്യൂ കൂടുതൽ നെഗറ്റീവ് ആവുമ്പോഴാണ്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ അയണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവുന്ന എപ്പോഴാണ്? ലാറ്റിസ് എൻതാൽപ്പിയുടെ വാല്യൂ കൂടുതൽ നെഗറ്റീവ് ആവുമ്പോഴാണ് കോമ്പൗണ്ട് ഫോർമേഷൻ കൂടുതൽ
ഈസി ആവാം. അപ്പോൾ അയണിക് ബോണ്ട് ഫോർമേഷൻ കൂടുതൽ ഈസി ആവുന്നതും ആ ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പിയുടെ ടേബിൾ നമ്മൾ അയണിക് ബോണ്ട് ഫോർമേഷന്റെ ഫേവറബിൾ കണ്ടീഷൻ നോക്കുമ്പോൾ ഹൈലി നെഗറ്റീവായ മാത്രം പോരാ, ഹൈലി നെഗറ്റീവ് ലാറ്റിസ് എൻതാൽപ്പിയാണ് കോമ്പൗണ്ട് ഫോർമേഷനെ എളുപ്പമാക്കുക. അത് തന്നെയാണ് അയണിക് ബോണ്ട് ഫോർമേഷനെ എളുപ്പമാക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നിങ്ങളോട് പറയാനുള്ള കാര്യം, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ സമയത്ത് ഉണ്ടാവുന്ന ലാറ്റിസ് എൻതാൽപ്പി അഥവാ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഈ അയോൺസുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട് ഫാക്ടേഴ്സും ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, ഈ കമ്പൈൻ ചെയ്യുന്ന അയോൺസിന്റെ സൈസ്. ഓക്കെ. രണ്ട്, കമ്പൈൻ ചെയ്യുന്ന അയോൺസിന്റെ ചാർജ്. ഈ രണ്ട് ഫാക്ടേഴ്സും ലാറ്റിസ് എൻതാൽപ്പിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാറ്റിസ് എൻതാൽപ്പി ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? സൈസ് ഓഫ് ദി അയോൺസ്. രണ്ടാമത്തേത് ചാർജ് ഓഫ് ദി അയോൺ. അയോണുകളുടെ സൈസ്, അയോണുകളുടെ ചാർജ്. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോടാം. എത്രത്തോളം ചെറുതാണോ അയോണുകൾ അത്രത്തോളം ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും. കാരണം ചെറിയ അയോണുകൾക്കിടയിലാണ് സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ടാവുക. അട്രാക്ഷൻ സ്ട്രോങ് ആവുമ്പോഴാണ് ലാറ്റിസ് എൻതാൽപ്പി കൂടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ആവുക. ലാറ്റിസ് എൻതാൽപ്പി കൂടുക എന്ന് പറഞ്ഞാലേ കൂടുതൽ നെഗറ്റീവ് ആവുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ സൈസ് ഓഫ് ദി അയോൺ എങ്ങനെയാണ്? സ്മോളർ ദി അയോൺ, സ്ട്രോങ്ങർ ഈസ് ദി അട്രാക്ഷൻ ബിറ്റ്വീൻ ദി അയോൺസ് ആൻഡ് ഹയർ വിൽ ബി ദി ഓർ ഹൈലി നെഗറ്റീവ് വിൽ ബി ദി ലാറ്റിസ് എൻതാൽപ്പി. അയോൺസ് ചെറുതാക്കും തോറും അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി കൂടുതൽ നെഗറ്റീവ് ആവും. അപ്പോൾ സൈസ് ഓഫ് ദി അയോൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സ്മോൾ ആയിരിക്കണം. ഒന്നുകൂടി പറയാം. സ്മോളർ ദി അയോൺ, സ്ട്രോങ്ങർ ഈസ് ദി അട്രാക്ഷൻ ബിറ്റ്വീൻ ദം ആൻഡ് ഹൈലി നെഗറ്റീവ് വിൽ ബി ദി ലാറ്റിസ് എൻതാൽപ്പി. ഇനി രണ്ട്, ചാർജ് ഓഫ് ദി അയോൺ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചാർജ് എങ്ങനെയാവുമ്പോഴാണ് ഈ അയോൺസിനിടയിലുള്ള അട്രാക്ഷൻ കൂടുക? ചാർജ് ഹൈ ആവുമ്പോൾ. ശരിയല്ലേ? അപ്പോൾ കാറ്റയോണിന്റെയും ആനിയോണിന്റെയും ചാർജ് എത്രത്തോളം കൂടുതലാണോ, 2+, 3+, 4+ കാറ്റയോണിനാവാം, 2-, 3-, 4- ആനിയോണിനാവാം. അപ്പോൾ ഈ ചാർജ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം രണ്ടുപേരും നമ്മൾ അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി കൂടുതൽ നെഗറ്റീവ് ആവും. എന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി ലാറ്റിസ് എൻതാൽപ്പി എന്ന പേരിൽ പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ചാർജ് ഓഫ് അയോൺ എങ്ങനെയായിരിക്കണം? ഹൈ ആയിരിക്കണം. Okay, higher the charge on ions, stronger is the attraction between the ions and highly negative will be the lattice enthalpy. Clear ആണല്ലോ? അപ്പോൾ മൂന്ന് സ്റ്റെപ്പുകൾ, അയണിക് ബോണ്ട് ഫോർമേഷന്റെ മൂന്ന് സ്റ്റെപ്പുകളും ആ മൂന്ന് സ്റ്റെപ്പുകളിലായിട്ട് അയണിക് ബോണ്ട് ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഫാക്ടർ അയണൈസേഷൻ എൻതാൽപ്പി, രണ്ടാമത്തെ ഫാക്ടർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, മൂന്നാമത്തെ ഫാക്ടർ ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും ഒരുമിച്ച് വെച്ച് നിങ്ങൾ പറ, വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് അയണിക് ബോണ്ട്? സോ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് അയണിക് ബോണ്ട്. ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് അയണിക് ബോണ്ട്. ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ മൂന്ന് ഫേവറബിൾ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ലോ ഒന്ന്, ലോ അയണൈസേഷൻ എനർജി അല്ലേ? അയണൈസേഷൻ എനർജി ഓഫ് കാറ്റയോൺ മസ്റ്റ് ബി ലോവസ്റ്റ്. ലോ അയണൈസേഷൻ എനർജി ഓഫ് കാറ്റയോൺ. അപ്പോഴാണ് കാറ്റയോൺ എളുപ്പത്തിൽ ഫോം ചെയ്യുക, അപ്പോഴാണ് അയണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവുക. രണ്ട്, ആനിയോണിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴോ ഹൈലി നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ആനയോൺ. ആനയോണിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈലി നെഗറ്റീവ് ആവണം, അപ്പോഴാണ് ആനിയോൺ ഫോർമേഷൻ ഫേവറബിൾ ആവുക, അപ്പോഴാണ് അയണിക് ബോണ്ട് ഫോർമേഷൻ ഫേവറബിൾ ആവുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈലി നെഗറ്റീവ് ലാറ്റിസ് എൻതാൽപ്പി. ഹൈലി നെഗറ്റീവ് ലാറ്റിസ് എൻതാൽപ്പി. കോമ്പൗണ്ട് ഫോർമേഷന്റെ സമയത്ത് ഉണ്ടാവുന്ന ലാറ്റിസ് എൻതാൽപ്പി ഹൈലി നെഗറ്റീവ് ആവണം, എന്നാലാണ് കോമ്പൗണ്ട് ഫോർമേഷൻ ഫേവറബിൾ ആവുക, എന്നാലാണ് അയണിക് ബോണ്ട് ഫോർമേഷൻ ഫേവറബിൾ ആവുക. സോ ദീസ് ആർ ദ 3 ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് അയണിക് ബോണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അയണിക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുക,
ഏതെല്ലാം തരത്തിലുള്ള ആറ്റങ്ങൾക്കിടയിലാണ് അയണിക് ബോണ്ട് ഫോം ചെയ്യുക, ഓരോ ആറ്റത്തിനും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, ഓരോ ചേഞ്ചസിന്റെ സമയത്തും ഓരോ സ്റ്റെപ്പിന്റെ സമയത്തും ഉണ്ടാവുന്ന എനർജി ചേഞ്ചുകൾ ഏതൊക്കെയാണ്, ആ എനർജി ചേഞ്ചുകൾ അയണിക് ബോണ്ട് ഫോമേഷനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട് അയണിക് ബോണ്ട് ഫോമേഷനെ കുറിച്ചും അയണിക് കോമ്പൗണ്ടുകളെ കുറിച്ചും. അപ്പോൾ ഈ ധാരണകൾ വെച്ചുകൊണ്ട് നമ്മളൊരു അയണിക് കോമ്പൗണ്ട് എടുത്താൽ ആ അയണിക് കോമ്പൗണ്ടിന് ഉണ്ടായിരിക്കേണ്ട ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നറിയോ, ഒരു അയണിക് കോമ്പൗണ്ട് കാണിക്കേണ്ട കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നറിയോ? സോ പ്രോപ്പർട്ടീസ് ഓഫ് അയണിക് കോമ്പൗണ്ട്സ്. Properties of ionic compounds. Okay, yeah. ഒന്ന്, ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് അയണിക് സോളിഡുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. ഏതൊരു അയണിക് സോളിഡ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ അയണിക് സോളിഡുകളും സോളിഡ്സ് ആണ്, മാത്രമല്ല ക്രിസ്റ്റലൈൻ സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. എല്ലാ അയണിക് സോളിഡുകളും ക്രിസ്റ്റലൈൻ അയോൺ സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, അയണിക് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാം. ഗേഷ്യസ് ഫോമിലോ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലോ ഒന്നും അയണിക് കോമ്പൗണ്ടുകളെ കാണാൻ നമുക്ക് കഴിയില്ല. രണ്ടാമത്തെ കാര്യം, അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നോർമലി അയണിക് കോമ്പൗണ്ട്സിനെല്ലാം ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ബോയിലിംഗ് പോയിന്റുമാണ്. സോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് is comparatively high. എന്തുകൊണ്ടാണ് അയണിക് കോമ്പൗണ്ടുകൾക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ബോയിലിംഗ് പോയിന്റും വരുന്നതെന്നറിയോ? അയോൺസിനിടയിലുള്ള സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി അയോൺസ് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ഹൈ ബോയിലിംഗ് പോയിന്റ്. മൂന്ന്, അവരുടെ കണ്ടക്ടിവിറ്റിയാണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമുക്കറിയാവുന്ന കാര്യമാണ് അയണിക് സോളിഡുകൾ സോളിഡ് സ്റ്റേറ്റിൽ ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ്. കാരണം സോളിഡ് സ്റ്റേറ്റിൽ അയോൺസ് ഒന്നും തന്നെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലാത്തവരാണ്. കാരണം സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അയോൺസിനെ പരസ്പരം ചേർത്ത് വെക്കുമ്പോൾ അയോൺസിന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അയോണുകൾ മൂവ് ചെയ്താലല്ലേ ഇലക്ട്രിസിറ്റിയെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുക ആണ്. അപ്പോൾ ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് അയോൺസ്. അതേസമയം ഈ അയണിക് സോളിഡുകളെ ഒന്നുകിൽ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലെടുത്താൽ അല്ലെങ്കിൽ അവരുടെ അക്വസ് സൊല്യൂഷനിലെടുത്താൽ അവർ വളരെ നല്ല കണ്ടക്ടേഴ്സ് ആണ് ഇലക്ട്രിസിറ്റിയുടെ. കാരണം അക്വസ് സ്റ്റേറ്റിലും മോൾട്ടൺ ഫോമിലും അയോണുകൾക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണ്. സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റലുകളുണ്ടല്ലോ, ഉപ്പിന്റെ ക്രിസ്റ്റലുകൾ. ഈ ഉപ്പിന്റെ ക്രിസ്റ്റലുകൾ ഒരിക്കലും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. ഇറ്റ്സ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. കാരണം അതിൽ Na+ഉം Cl- എന്താണ്, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. അയോൺസ് ഫ്രീ അല്ല. അതേസമയം ഉപ്പിന്റെ മോൾട്ടൺ ഫോമിലോ ഉപ്പിന്റെ അക്വസ് സൊല്യൂഷന്റെ ഫോമിലോ സോഡിയം ക്ലോറൈഡ് വളരെ നല്ല കണ്ടക്ടറാണ്. കാരണം അവിടെ Na+Cl- അയോണുകൾ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടണം അവർക്ക്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ അതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. നാലാമത്തെ കാര്യം നമുക്ക് അവരുടെ സൊല്യൂബിലിറ്റിയെ കുറിച്ചാണ് പറയാനുള്ളത്. As we all know, അയണിക് കോമ്പൗണ്ടുകൾ, സോഡിയം ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള അയണിക് കോമ്പൗണ്ടുകൾ വാട്ടറിനെ പോലെയുള്ള പോളാർ സോൾവെന്റുകളിലോ ഹൈലി സൊല്യൂബിൾ ആണ്. എങ്ങനെയാണ്? വാട്ടറിനെ പോലെയുള്ള പോളാർ സോൾവെന്റുകളിലും അയണിക് കോമ്പൗണ്ടുകൾ ഹൈലി സൊല്യൂബിൾ ആണ്. ഓക്കെ, സോ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയണിക് ബോണ്ട് ഫോമേഷനുമായി ബന്ധപ്പെട്ട അയണിക് കോമ്പൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഓർക്കുക, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്? ലൂയിസ് പറഞ്ഞ ഒക്ടറ്റ് റൂൾ, ലൂയിസും കൊസലും ചേർന്ന് പറഞ്ഞ ഒക്ടറ്റ് റൂളിൽ ഒരാറ്റത്തിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, സ്റ്റെബിലിറ്റി കിട്ടാൻ 8 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ 8 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള 3 മെത്തേഡുകളിൽ ഏറ്റവും ആദ്യത്തെ മെത്തേഡായിരുന്നു കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴി എങ്ങനെയാണ് ആറ്റങ്ങൾ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എത്തുന്നത്, 8 ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്.